ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്നത് എന്തിനാണ്? നബിയേ, എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കാൻ ആകെയുള്ളത് ഒരേ ഒരു ജോഡി വസ്ത്രം. എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ നമസ്കാരം കഴിഞ്ഞ് ഈട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. എന്റെ ഭാര്യ വീടിന്റെ മുന്നിൽ പടച്ചവനെ നിസ്കാരം കഥയാകുന്നതിന് മുമ്പ് എനിക്ക് ഓടിപ്പോകണം. ഈ വസ്ത്രം കൊണ്ട് കൊടുത്തിട്ട് വേണം, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. അല്ലാഹുവേ, അത് കൊടുക്കാൻ ഓടുന്നതാണ്. പടച്ചവനെ, ചിന്തിച്ചു നോക്ക്, ആ കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്ന ഹൃദയത്തോടെ തന്റെ സങ്കടങ്ങൾ മുഴുവനും മുത്തുനബിയോട് പറഞ്ഞിട്ട് ആ സ്വഹാബി അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്യുവോ നബിയേ? സമ്പത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുവോ? അല്ലാഹു ബറക്കത്ത് ചെയ്യാനൊന്ന് ദുആ ചെയ്യുമോ? റസൂലുള്ളാഹ് പറഞ്ഞു, വേണ്ട. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, വേണ്ട. കാരണം പണം കൂടി കഴിഞ്ഞാ സർവ്വതും നഷ്ടപ്പെട്ടു പോകും, ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. സഹാബി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ മാറിപ്പോകുമോ നബിയേ? ഞാൻ മാറിപ്പോകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സഹാബിയാ, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചവരാ, അങ്ങയുടെ പുറകെ നിന്ന് നിസ്കരിക്കുന്നവനാണ്. എനിക്ക് പണം കിട്ടിയാ ഞാൻ അല്ലാഹുവിനെ മറക്കുവോ? ഞാൻ അഹങ്കാരിയായി പോകുമോ? ഒരിക്കലും ഞാൻ അങ്ങനെയാകില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുമ്പോഴൊക്കെ ഈ സ്വഹാബി ഇങ്ങനെ പറയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു, നാഥാ, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ തള്ളപ്പെടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, പിന്നെ ആ മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. അവിടുന്ന് പടച്ചവന് മൃഗങ്ങളിൽ അല്ലാഹു ബർക്കത്ത് കൊടുത്തു. ഒരുപാട് ആടുകളായി, മാടുകളായി, ഒട്ടകങ്ങളായി, പടച്ചവരെ വലിയ സമ്പന്നനായി. പണം കൂടി കഴിഞ്ഞപ്പോ 5 നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സ്വഹാബി, ഈ സ്വഹാബിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, പള്ളിയുടെ മാടപ്രാവെന്നായി സ്വഹാബിയെ വിളിച്ചിരുന്നത്. കാരണം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് വരുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബികൾ വിളിച്ചു പള്ളിയുടെ മാടപ്രാവ്, മാടപ്രാവ്. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന സ്വഹാബി, പടച്ചവനെ, ജോലി കൂടി, പണം കൂടി, 5 നേരം വന്നവൻ പിന്നെ 2 നേരമായി. പടച്ചവരെ, 2 നേരം പള്ളിയിലായി. പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നില്ല, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, പിന്നെ പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യന് സദക്ക കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടെന്ന് കാണാം. അവസാനം അവിടെന്ന് കാഫിറായി ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പണം അനുഗ്രഹമല്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണ വസ്തുവാണ്. അതിനോട് ആർത്തി കൂടി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ, ഒരൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൽഹംദുലില്ലാഹ് എങ്കിലും പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.